വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്പി ചിക്കൻ പക്കോഡാസ് ആണ്. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസുകളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. 3 പച്ചമുളക് ചെറുതായി അരിച്ചത്, അര നാരങ്ങയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അരമണിക്കൂറും അടച്ചു വെക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 മുട്ടയുടെ വെള്ള, 1 സവാള നീളത്തിൽ അരിഞ്ഞത്, 3 സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ചിക്കനും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് സ്പ്രിംഗ് ഓണിയന് പകരം മല്ലിയിലയോ അല്ലെങ്കിൽ വേപ്പിലയോ ചേർക്കാവുന്നതാണ്. നമ്മളത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഒരു സൈഡ് ഇപ്പം മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പോൾ നല്ല സ്പ്രിംഗ് ഓണിയൻ്റെയും ചിക്കൻ്റെയും ഗരം മസാലയുടെയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ ചിക്കൻ പക്കോഡാസ് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കത് ഒരു ഊറ്റി വെച്ച് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ക്രിസ്പി ചിക്കൻ പക്കോഡാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.